അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ഉയർച്ചക്കും വളർച്ചക്കും ശോഭനമായ ഭാവിക്കും ഏറ്റവും ആവശ്യമായതാണ് കുട്ടിക്കാലത്തെ അദബ് പാലിക്കുക, അദബ് ശീലിക്കുക എന്നത്. ഒരു മനുഷ്യന്റെ ഭാവിയിലുള്ള എല്ലാ ഉയർച്ചയും വളർച്ചയും അവൻ കാണിക്കുന്ന അദബ്, മര്യാദയിൽ അവലംബിച്ചിട്ടാണ് അവന്റെ ഉയർച്ചയും വളർച്ചയും. നമ്മുടെ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്, വളർന്നവരൊക്കെ വളർന്നതും ഉയർന്നവരൊക്കെ ഉയർന്നതും അദബ് പാലിച്ചത് കൊണ്ടാണ് എന്നും, തകർന്നവരൊക്കെ തകർന്നു പോയതും അതുപോലെ പിഴച്ചവരൊക്കെ പിഴച്ചു പോയതും അദബ് കാണിക്കാത്തത് കൊണ്ടാണ്, അദബില്ലാതെ പെരുമാറുന്നത് കൊണ്ടുമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കാണിക്കേണ്ട അദബ് കാണിക്കാത്തതാണ് ഇബ്ലീസ് പഴക്കാനുള്ള കാരണം എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോടുള്ള അദബ്, ഉസ്താദുമാരോട് പെരുമാറേണ്ട രൂപം, പള്ളിയിൽ വന്നാൽ കാണിക്കേണ്ട അദബ്, പരിശുദ്ധ ഖുർആൻ എടുക്കുമ്പോൾ അതിനോട് കാണിക്കേണ്ട അദബ്, മുതിർന്നവരോട് സംസാരിക്കേണ്ട അദബ്, ജീവിതത്തിന്റെ നാനാവശങ്ങളിലും നമുക്ക് അദബുണ്ട്, മര്യാദയുണ്ട്. ആ അദബും മര്യാദയും പാലിച്ച് ജീവിച്ചാലേ അവൻ ഉയരുകയുള്ളൂ, അവനക്ക് നല്ല അവസ്ഥയുണ്ടാവുകയുള്ളൂ എന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തിയിരുന്ന പണ്ഡിതനാണ്. അദ്ദേഹം വലിയ അദബോട് കൂടെയായിരുന്നു മദീനയിൽ ഇരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയുടെ അടിഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ചെരിപ്പിട്ട് നടക്കുന്നില്ല എന്ന് പറയുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ദർസ് നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലിൽ തേള് കുത്തിയിട്ട് ആ വേദന സഹിച്ച് ആ തേളിനെ ആട്ടാനോ അല്ലെങ്കിൽ കുട്ടികളുടെ ശ്രദ്ധ തെറ്റാനോ കാരണമാകുന്ന രൂപത്തിൽ മൂപ്പര് ഒന്നും ചെയ്യാതെ ആ ഹദീസ് മുഴുവനും ദർസ് നടത്തി. എന്നിട്ടാണ് അദ്ദേഹം അതിലേക്ക് ശ്രദ്ധിച്ചത്. അദ്ദേഹത്തോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ദർസ് നടത്തുമ്പോ നമ്മുടെ മുമ്പിൽ നബി നിൽക്കുന്നത് പോലെയല്ലേ, ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് ഈ തേളിനെ തല്ലാനും മാട്ടാനും ഒക്കെ നിൽക്കല് എന്ന് മാലിക് ഇമാം ചോദിച്ചിരുന്നു. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന സന്ദർഭം, ഒരുപാട് കുട്ടികൾ ഹദീസ് പഠിക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് ആന വന്നത്. ആന വന്നപ്പോ എല്ലാവരും കൂടി ആനയെ കാണാൻ വേണ്ടി പോയി. അപ്പൊ അന്ന് അവിടെ യഹിയ ബിൻ യഹിയ ലൈസി എന്ന് പറയുന്ന ഒരു കുട്ടി അങ്ങ് അന്ദുലുസ്, സ്പെയിനിൽ നിന്ന് അവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും ആനനെ കാണാൻ വേണ്ടി പോയപ്പോ ഈ കുട്ടി പോയില്ല. ഈ കുട്ടി അവിടെ തന്നെ ഇരുന്ന്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എന്താ ആനനെ കാണാൻ പോകാത്തത്? നിന്റെ നാട്ടില് ആനയില്ലല്ലോ, അറബി നാട്ടിൽ ആനയില്ലല്ലോ. അപ്പൊ അറബി നാട്ടില്, നിന്റെ നാട്ടിലും പരിസരങ്ങളിലൊന്നും ആനയില്ല. അങ്ങനത്തെ ഒരു ആന വന്നപ്പോഴാണ് എല്ലാരും കൂടി അതിനെ കാണാൻ വേണ്ടി പോയത്. നീ എന്താ പോകാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ യഹിയ ബിൻ യഹിയ എന്ന ഈ അന്ദലുസിൽ നിന്ന് പഠിക്കാൻ വന്ന കുട്ടി പറയാണ്, ഇന്നമാ ജിഅ്തു ഇലൈക ലി അൻളുറ, ഇന്നമാ ജിഅ്തു ലി അൻളുറ ഇലൈക വ അതഅല്ലമ മിൻ ഇൽമിക. ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ നോക്കിക്കാണാനും നിങ്ങളെ ഇൽമു പഠിക്കാനും നിങ്ങൾ പഠിപ്പിക്കുന്ന അതനുസരിച്ച് ജീവിക്കാനുമാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ആനയെ കാണാൻ വന്നതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റു പോയില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായി. മാലിക് ഇമാം അദ്ദേഹത്തിന് പേരിട്ട് ആക്കിൽ അഹ്ലിൽ അന്ദലുസ്, അന്ദലുസുകാരുടെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് അപ്പോൾ തന്നെ ഇമാം മാലിക് അവർക്ക് പേരിട്ട്. അങ്ങനെ മാലിക് ഇമാമിന്റെ അടുത്ത് നിന്ന് നന്നായി പഠിച്ചു.
അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ഇമാം മാലിക് അവറുകളുടെ മുവത്ത ദർസ് നടത്തി. ജനങ്ങൾക്കും രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും അങ്ങേയറ്റത്തെ ബഹുമാനമാണ് അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നത് എന്ന് മാത്രമല്ല, മാലിക്കി മദ്ഹബ് സജീവമാക്കൽ അത് യഹിയ ബിൻ യഹിയയായിരുന്നു അതിന് മുമ്പിൽ ഉണ്ടായിരുന്നത് ഈ പണ്ഡിതൻ എന്ന് ചരിത്രം പറയുന്നു. തീർന്നില്ല, അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ ഖബറിന്റെ പരിസരത്ത് നിന്ന് മഴയ്ക്ക് വേണ്ടി ചോദിച്ചാൽ, അതുപോലെ ഒരു ആവശ്യത്തിന് വേണ്ടി ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും എന്നും ചരിത്രം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ പാലിക്കുന്ന അദബ്, ഇൽമിനോട് കാണിക്കുന്ന ഒരു മര്യാദ ആ വ്യക്തിയെ എവിടെ എത്തിച്ചു എന്നതാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു തആല അത്തരം നല്ല ബോധവും ചിന്തയും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പൂർവികരായ സ്വാലിഹീങ്ങളോടൊപ്പം അള്ളാഹു അവന്റെ ജന്നാത്തിൽ നമ്മൾ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ദർസിനെയും ഹിഫ്ളിനെയും കുട്ടികളെയും അവരെ ഭക്ഷണത്തിലേക്കൊക്കെ സഹായിക്കുന്നവര് അള്ളാഹു അവർക്കൊക്കെ മുന്തിയ ജസാ നൽകുമാറാകട്ടെ. ഉലമാഇന്റെ കൂടെ, ഇമാമീങ്ങളെ കൂടെ പരലോകത്ത് നമ്മളെയും അവരെയും അല്ലാഹു തആല ഒരുമിപ്പിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.